നമസ്കാരം. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഷോൾഡറിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് പോസ്റ്റ് ചെയ്യുന്നതും തീർച്ചയായിട്ടും ബിഗിനേഴ്സിനും മിഡിനെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്, സീനിയേഴ്സിനെ ഉദ്ദേശിച്ചല്ല. അപ്പോൾ ബിഗിനേഴ്സായ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായ ഒരുപാട് പേരുണ്ട്. അവർ ചോദിക്കാറുണ്ട്, മാസ്റ്റർ ഷോൾഡറിനുള്ള വർക്കൗട്ടുകൾ, ഷോൾഡറിന് ഒരുപാട് വർക്കൗട്ടുകളുണ്ട്. നമ്മൾ എല്ലാ പാർട്സിനും, ഒരു പാർട്സൊന്നുമില്ല, ചെസ്റ്റോ ഷോൾഡറോ ബൈസോ ട്രൈസോ ലെഗ്സോ എല്ലാത്തിനും ഒരുപാട് വർക്കൗട്ടുകളുണ്ട്. അതിൽ നമുക്ക് എല്ലാ വർക്കൗട്ടുകളും ഡെയിലി ചെയ്യാൻ കഴിഞ്ഞൊന്നുമില്ല. നമ്മൾ ഒരു സെറ്റ് ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും പരമാവധി 5-6 സെറ്റ് വരെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഷോൾഡറിനെ നമ്മൾ ഡെൽറ്റോഡ് പോസ്റ്റർ തന്നെ, ഇതിൽ ഫ്രണ്ട് ഉണ്ട്, സൈഡ് ഉണ്ട്, ബാക്ക് ഉണ്ട്, അങ്ങനെ 2-3 ആംഗിൾ ഡെൽറ്റോഡ് പോസ്റ്റർ ഉണ്ട്. ഇത് പെട്ടെന്ന് ഗെയിനായി കിട്ടുന്ന ഒരു പോർഷനല്ല. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്കും ഡെഡിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഗെയിനായി കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മെയിനായിട്ട് നമ്മുടെ ഡെൽറ്റോഡിനെ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ എല്ലാ ആഴ്ചയിലും എല്ലാ വർക്കൗട്ടും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പം മിസ്സായി പോകുന്നവർ ഈ ആഴ്ച ചെയ്യാൻ പറ്റാത്ത വർക്കൗട്ടുകൾ അടുത്ത ആഴ്ച കുറച്ച് മാറ്റി അതും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഇത് ആദ്യം നമ്മൾ ഡെൽറ്റോഡ് ഫ്ലൈസ് ചെയ്യുമ്പോൾ 2-3 വേർഷൻ ഉണ്ട്, ഒരുപാട് വേർഷൻ ഉണ്ട്. അതിൽ ഇന്ന് കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ള, ഞാനൊക്കെ സ്ഥിരമായി ചെയ്യുന്ന, എനിക്കൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വർക്കൗട്ടാണത്. പിന്നെ എടുത്തു പറയാനുള്ളത്, ഞാൻ എപ്പോഴും നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ 25-30 വർഷത്തിനടുത്തായി ഫിറ്റ്നസ് രംഗത്തുണ്ട്. കോമ്പറ്റീഷൻ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 വർഷത്തോളമായിട്ടുണ്ടാവും. 3 കേരള മാസ്റ്റേഴ്സ് ടൈറ്റിൽ, റണ്ണറപ്പ് 2, സൗത്ത് ഇന്ത്യ ഡിസ്ട്രിക്റ്റ് 7-8 തവണത്തെ ചാമ്പ്യൻ. അപ്പോൾ ഇത്രത്തോളം നമ്മൾ പതുക്കെയാണ് അച്ചീവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഒരു ഫ്രെയിം നാച്ചുറലായിട്ട് ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫ്രെയിമായി കിട്ടണമെങ്കിൽ 4-5 വർഷം നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ കിട്ടുള്ളൂ. അതും എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വർക്കൗട്ടോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് അത്യാവശ്യം എടുക്കാം, പക്ഷേ പോസ്റ്റ് കറക്റ്റായിരിക്കണം. അതുകൊണ്ട് ഞാനിന്ന് ഹെവി വെയിറ്റ് എടുക്കുന്നില്ല. നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പോസ്റ്റൊക്കെ റെഡി ആവണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചൊന്ന് ബെൻഡ് ചെയ്ത് നിൽക്കുക. അതിനുശേഷം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഈ സമയത്ത് നമുക്ക് ഈ ഒരു പോസ്റ്റർ നല്ല കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട്, മസിൽസ് നല്ല പ്രഷർ വരുന്നുണ്ട്. നമ്മൾ ഫ്ലൈസ് ഒരുപാട് ടൈപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്ലൈസ് എടുത്തിട്ട് നമ്മളിതാ നേരെ സ്ട്രെയിറ്റ് വന്നിട്ട് 1 2 ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇന്ന് കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ളൊരു വർക്കൗട്ട് മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ ഒരു വർക്കൗട്ട് പാറ്റേൺ കുറച്ച് കാലം ഫോളോ ചെയ്യുക, 2-3 മാസം ഫോളോ ചെയ്യുക ബിഗിനേഴ്സൊക്കെ, അല്ലെങ്കിൽ 4-5 മാസം ഫോളോ ചെയ്യുക. അതിനുശേഷം ഇടയ്ക്ക് കുറച്ച് വർക്കൗട്ടുകൾ ചേഞ്ച് ആക്കാൻ നോക്കുക. അപ്പോഴൊക്കെ നമുക്ക് മസിൽസിന് നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. നമുക്ക് ഒരു റിപ്പീറ്റേഷൻ കൂടെ പോകാം. കുറച്ച് നേരത്തെ പറഞ്ഞാൽ ബെൻഡ് ചെയ്യുക, എൽബോയും ബെൻഡ് ചെയ്ത് പിടിക്കണം, എൽബോ പൊക്കി പിടിക്കാതിരിക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു പോസ്റ്ററിൻ്റെ മാറ്റം മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു പോസ്റ്റർ കുറച്ച് ഫ്രണ്ടിലോട്ട് തന്നെ ചെയ്യുക, ഇങ്ങനെ തന്നെ ചെയ്യുക. നമ്മൾ നോർമലി നിന്ന് ചെയ്യുമ്പോൾ കുറച്ച് ബെൻഡായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. കുറച്ച് ഫ്രണ്ടിലോട്ട് തന്നെ ഫ്ലൈസ് ചെയ്യുക. ഇതിൽ ഒരു സെറ്റോടെ നമുക്ക് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഒന്ന് പോസ് ചെയ്ത് കൊടുക്കുക. പോസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന നല്ലതാണ്. 10-15 സെക്കൻഡ് തരാം. ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും പോസിങ് വളരെ നിർബന്ധമാണ്. അപ്പോൾ ഓരോ സെറ്റ് കഴിയുമ്പോഴും നമ്മൾ നന്നായിട്ട് പോസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ബിഗിനേഴ്സ് ആണെങ്കിലും നന്നായിട്ട് പോസ് ചെയ്യുക. പോസിങ് മാത്രമേ മസിൽസിന് ക്ലാരിറ്റിയും
ഷേപ്പും വരുള്ളൂ. നിങ്ങൾ പോസ് ചെയ്യാതിരിക്കരുത്, തീർച്ചയായിട്ടും പോസ് ചെയ്യണം. ഇനി നമുക്ക് ഇതിൽ തന്നെ ബാക്കിലോട്ടൊരു പോർഷൻ കൂടെ ഉണ്ട്, അതിനുള്ള റിവേഴ്സ് ഫ്ലൈ എന്ന് പറയും. അല്ലെങ്കിൽ ഡംബിൾസിൽ അതും കൂടെ ചെയ്യണം. നിൽക്കുക, കുറച്ചൊന്ന് ബോഡി ബെൻഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. എല്ലാത്തിലും പോസിങ് നിർബന്ധമാണ്. അപ്പോൾ ആരും പോസ് ചെയ്യാതിരിക്കരുത്, നന്നായിട്ട് പോസ് ചെയ്യുക. പോസ് ചെയ്താൽ മാത്രമേ മസിൽസിന് ക്ലാരിറ്റി വരുള്ളൂ. പിന്നെ ബിഗിനേഴ്സിനോട് എപ്പോഴും പറയാനുള്ള പോലെ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പ്രോട്ടീൻ ഫുഡും കൂടെ അധികം കഴിക്കുക. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിനും പറയാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രോട്ടീൻ ഫുഡ് കഴിക്കാതിരിക്കരുത്. പ്രോട്ടീൻ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് മാത്രമേ മസിൽസ് ഗെയിൻ ആവുള്ളൂ. നമ്മൾ വർക്കൗട്ട് മാത്രം ചെയ്തിട്ട് അധികം ഫാറ്റുള്ള ഫുഡ്, ഓയിലി ഫുഡ്, മധുരം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മസിൽസിന് ക്ലാരിറ്റി ഉണ്ടാവില്ല. മസിൽസിന് ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് പ്രോട്ടീൻ ഫുഡും കൂടെ നമ്മൾ കഴിക്കണം. കഴിച്ചാൽ മാത്രമേ മസിൽസിന് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു സെറ്റ് കൂടെ കണ്ടിന്യൂ ചെയ്യാം. ഒന്ന് ബോഡി ഡൗൺ ചെയ്യാം. സ്ട്രെയിറ്റ് തന്നെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. നന്നായിട്ട് പോസും ചെയ്യാം. ഇപ്പം നമ്മൾ ഇവിടെ റിവേഴ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതിലൊരു മസിൽസ് വരാനുണ്ട്, ഈ ഒരു ലൈൻ, അതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അവൻ്റെ ബാക്ക് നോക്കിയാലും മനസ്സിലാവും. നമ്മൾ റിവേഴ്സ് പ്ലേ ഒക്കെ ചെയ്തിട്ട് ബാക്കിലെ മസിൽസിൻ്റെ ക്ലാരിറ്റിയൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ പോസിന് നിർബന്ധമായിട്ട് ചെയ്യുക. മറ്റുള്ളവർ കാണുമില്ല, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം റിസൾട്ട് കിട്ടുന്നൊരു ഫീൽഡാണിത്. നമ്മൾ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ അടുത്ത് ഹ്യൂജായ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മൾ അവരെ ശ്രദ്ധിക്കാറില്ല. നമുക്ക് നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് മാത്രം മൈൻഡ് സെറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സ്റ്റേജൊക്കെ പെർഫോമൻസ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോഴും പോസ്റ്റ് പരമാവധി ക്ലിയർ ചെയ്യുക. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലെന്ന് നമ്മൾ നോക്കണ്ട. നമ്മൾ ബിഗിനേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും വന്നിരിക്കും. നമുക്കൊരു സെറ്റോടെ പോവാം. എൽബോ കറക്റ്റ് ഇങ്ങനെ തന്നെ വെക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. നന്നായിട്ട് പോസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡെൽറ്റോഡിൻ്റെ പോസ്റ്റിൻ്റെ ആ ഒരു പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും, അതിൻ്റെ ക്ലാരിറ്റി. പിന്നെ ഫൈനലി പറയാനുള്ളത്, നാച്ചുറൽ ബോഡി ബിൽഡിങ് ചെയ്യുന്ന എല്ലാവരോടും, ഞാനും അങ്ങനെ തന്നെയാണ്, 17 വർഷമായി ഈ ഫീൽഡുണ്ട്. അപ്പോൾ ചെയ്യുന്നവരെ വളരെ പതുക്കെ റിസൾട്ടൊക്കെ വരുള്ളൂ. ആരും ഡ്രോപ്പ് ചെയ്തിട്ട് പോകരുത്. ഒരു 4-5 വർഷം നമ്മൾ പണിയെടുക്കുമ്പോൾ അതിൻ്റേതായ റിസൾട്ടുകൾ വരും. തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയിൽ മാറ്റം ഉണ്ടാവും. അല്ലാതെ 4-5 ദിവസം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിച്ചിട്ടിട്ട് പോകാൻ നിൽക്കരുത്. ഇത് ഫിറ്റ്നസ്സാണ്, തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ഒരു ഡയറ്റ് പ്ലാൻ കൊണ്ടുനടക്കുക. നല്ല വർക്കൗട്ട് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് നന്നായിട്ട് ഫാറ്റ് ഫുഡ് കഴിക്കാതെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഫുഡൊക്കെ കഴിക്കുക. ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക, റൈസ് കൺട്രോൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ബോഡിയിലുണ്ടാവും. നല്ല മാറ്റങ്ങൾ വരും. നിങ്ങൾക്ക് ബോഡി ഫിറ്റ്നസ് എന്ന് പറയുന്നത് വെറും ബോഡി ബിൽഡിങ് മാത്രമല്ല, അതൊരു മൈൻഡ് സെറ്റ് കൂടെയാണ്. അത് നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂട്ടും. ലോകത്ത് പുറത്ത് കാണുന്ന ഒരേ ഒരു ഗെയിം എന്ന് പറയുന്നത് ബോഡി ബിൽഡിംഗ് ആണ്. ഇപ്പോൾ അത്ലറ്റുകൾ പലതുണ്ടാവും, ഓട്ടം, ചാട്ടം, ഫുട്ബോൾ എല്ലാവരും. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ നമുക്ക് അറിയാൻ കഴിയില്ല. അവരുടെ ബയോഗ്രാഫി നോക്കിയാൽ അവരുടെ കളികൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ ഒരു ബോഡി ബിൽഡർ, ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡർ അല്ലെങ്കിൽ നല്ല ഫിറ്റ്നസ് ഉള്ളൊരു വ്യക്തി നടന്നു വരുമ്പോൾ എല്ലാവരും അയാളെ ബഹുമാനത്തോടെ നോക്കും. കുറച്ച് പേരെങ്കിലും അസൂയോടുകൂടി നോക്കും. പിന്നെ നമ്മൾ ബോഡി ബിൽഡേഴ്സിനെ പറ്റി നെഗറ്റീവ് പറഞ്ഞ ഒരുപാട് പേരുണ്ടാവും. അത് പൊടിയാണ്, അതാണ് ഇതാണ്. പക്ഷേ ഇതിലുള്ള സ്ട്രഗിൾ എന്താണെന്നുള്ളത് ഈ ജിമ്മിൽ കയറി ഒരു ദിവസമെങ്കിലും വർക്കൗട്ട് ചെയ്താൽ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മളത് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഒരു ബോഡി ഫ്രെയിമാക്കി എടുക്കുന്നത്. അത് മാത്രമാണ് ഒരു ബോഡി നമുക്ക് കയ്യിൽ കിട്ടി.
ഈ ബോഡി മെയിൻ്റെനൻസ് ചെയ്ത് പോകണമെങ്കിൽ എത്ര വർഷത്തെ കഷ്ടപ്പാടാണ്. അതില്ലേ, നമ്മൾ മരണം വരെ ഇത് മെയിൻ്റെനൻസ് ചെയ്ത് പോകണ്ടേ. അപ്പോൾ നമ്മുടെ ഫിറ്റ്നസ് നമ്മൾ അതേപോലെ തന്നെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക. നമ്മൾ രാവിലെ കുളിക്കുന്നു, പല്ല് തേക്കുന്നു, ഉറങ്ങുന്നു, അതുപോലെ തന്നെ വർക്കൗട്ട് നമ്മൾ അതിൽ ഉൾപ്പെടുത്തുക. പിന്നെ ചിലർ പറയാറുണ്ട് ജിമ്മ് ഒരേ കളികൾ തന്നെ അതെനിക്ക് ബോറടിക്കുന്നു. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ഒരേ കളിയെന്ന് പറയുമ്പോൾ നമ്മൾ ദിവസവും കഴിക്കുന്ന ചോറ് നമുക്ക് ഒരിക്കലും ബോറടിക്കാറില്ല. നമ്മുടെ എനർജിക്കും ആരോഗ്യത്തിനും നമുക്ക് ചോറ് തന്നെയാണ് വേണ്ടത്. നമ്മൾ വസ്ത്രം ധരിച്ചാണ് പുറത്തിറങ്ങുന്നത്, വസ്ത്രം ധരിക്കാതെ പുറത്തിറങ്ങാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ഉണ്ട്, നമ്മൾ ദിനചര്യയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ ഇതൊരു ദിനചര്യയായിട്ട് ഉൾപ്പെടുത്തുക, നമ്മളൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുക. അപ്പോൾ ലാസ്റ്റ് ഒരു സെറ്റ് കൂടെ അടിച്ചതിന് ശേഷം നമ്മൾ ഇന്നത്തെ ഷോൾഡർ വർക്കൗട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ 2 വർക്കൗട്ടോട് ഒരുമിച്ചാണ് ലാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഫ്ലൈസ് ചെയ്യുന്നു. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതിന് ശേഷം റിവേഴ്സ് നമ്മൾ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് പോസ് ചെയ്യുക. ഡെറ്റോട്ടിൻ്റെ പോസ്റ്റൊക്കെ നമുക്ക് ഡെറ്റോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കത്തെ ഈ മസിൽസിൻ്റെ ക്ലാരിറ്റി ഒന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. നന്നായിട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.